വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ടൈം പീരീഡ് ആണ്. ഒരുപാട് അസ്വസ്ഥതകളും ഒരുപാട് രൂപമാറ്റങ്ങളും ഒരുപാട് വേദനകളും നമ്മൾ അനുഭവിക്കുന്ന ഒരു ടൈം പീരീഡ് ആണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. പ്രഗ്നന്റ് ആകുന്ന ഒരു സമയത്ത് ഒരു സ്ത്രീയുടെ തല മുതൽ പാദം വരെയുള്ള ഓരോ ഭാഗത്തും ചേഞ്ചസ് കാണാറുണ്ട്. അതായത് ശരീരങ്ങളുടെ ആകൃതിയിൽ വ്യത്യാസം വരിക, നമ്മുടെ മുഖത്ത് വ്യത്യാസം വരിക, നമുക്ക് മുഖത്ത് കുരുക്കൾ ഉണ്ടാവുക, നമുക്ക് മൂക്കിന് വ്യത്യാസം വരിക, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാവാറുണ്ട്. ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരു വേദനയെ പറ്റിയിട്ടാണ്. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന വജൈനൽ പെയിനിനെ പറ്റിയിട്ടാണ്. എന്താണ് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന വജൈനൽ പെയിൻ? ഇത് നമുക്ക് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വജൈന എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വജൈനയിൽ നിന്നാണ്. ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. നമ്മുടെ ഓവറീസിൽ നിന്നും നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ടും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ആ പുരുഷന്റെ സ്പെർമിനോട്ടുള്ള സ്പെർമിനെ അകത്തേക്ക് കടക്കാനുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മുടെ വജൈനയാണ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ഓരോ ശരീരഭാഗങ്ങളിലെ മാറ്റം വരുന്നതോടൊപ്പം തന്നെ അവളുടെ വജൈനയിലും വ്യത്യാസം അനുഭവപ്പെടുന്നു. ഇങ്ങനെയുള്ളൊരു വജൈനയിൽ വ്യത്യാസം നമുക്ക് ലാസ്റ്റത്തെ ട്രൈമസ്റ്ററിന്റെ ഭാഗത്ത് കൂടുതലായിട്ടും അനുഭവപ്പെടാറുണ്ട്. കാരണം ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരീരഭാഗം പ്രിപ്പയർ ആകുന്നതുകൊണ്ടും കുഞ്ഞ് തിരിഞ്ഞു വരുന്നത് കൊണ്ടുള്ള ആ ഒരു പ്രഷർ മൂലവും നമ്മുടെ വജൈനയിലെ വേദന പലർക്കും തന്നെ തേർഡ് ട്രൈമസ്റ്ററിന്റെ ആരംഭം മുതൽ സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ അവസാനവും തേർഡ് ട്രൈമസ്റ്ററിന്റെ ആരംഭം മുതൽ പല സ്ത്രീകളിലും ഉണ്ടാവാറുണ്ട്. എന്നാൽ ചില സ്ത്രീകളിൽ ഏർലി പ്രഗ്നൻസിയിൽ തന്നെ ഈ ഒരു വജൈനൽ ചേഞ്ചസ്, വജൈനൽ പെയിൻ ഉണ്ടാവാറുണ്ട്. ഏർലി പ്രഗ്നൻസിയിൽ നമുക്ക് വജൈനൽ പെയിൻ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ആ ഒരു ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിലായിരിക്കും. ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഒരു പ്രഗ്നന്റ് ആകുന്ന ഒരു സമയത്ത് നമ്മളുടെ ശരീരത്തിലെ ഓരോ ശരീരഭാഗങ്ങളും കുറച്ചും കൂടി ചുരുങ്ങിയിരിക്കായിരിക്കും. കാരണം നമ്മൾ ആ ഒരു പ്യൂബർട്ടിയുടെ ആ ഒരു സ്റ്റേജ് മുതൽ തുടങ്ങി നമ്മളൊരു വളർച്ചയെത്തി ആ ഒരു പ്യൂബർട്ടി സ്റ്റേജ് മുതൽ തുടങ്ങിയിട്ടുള്ള ആ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന നമ്മുടെ യൂട്രസും അതുപോലെ നമ്മുടെ ആ യൂട്രസിന് ചുറ്റുമുള്ള ഗർഭാശയ മസിലുകളും ഒക്കെ ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അവർ വർഷങ്ങളോളം നിൽക്കുകയായിരിക്കും. ഇതിനുശേഷം ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ജസ്റ്റ് അവിടെ ഒരു അനക്കം അവിടെ ഫീൽ ചെയ്യാണ്. കാരണം ആ ഒരു ഗ്രോത്ത് അവിടെ ഉണ്ടാവുമ്പോൾ ഒരു ഫെർട്ടിലൈസേഷൻ നടന്നു, സക്സസ്ഫുൾ ആയിട്ട് എംബ്രിയോ ഇംപ്ലാന്റേഷൻ നടന്നിട്ട് അവിടെ ആ ഒരു എംബ്രിയോ വേരുറപ്പിക്കുന്ന ആ ഒരു സമയം മുതൽ അത് ഒന്ന് ഗ്രോ ആയി തുടങ്ങണം. പയ്യെ അതിങ്ങനെ ഗ്രോ ആകുമ്പോഴാണ് നമ്മുടെ ഏർലി സ്കാനിങ്ങിൽ തന്നെ ആ ഒരു യോക്ക് സാക്കും അതുപോലെ ജസ്റ്റേഷൻ സാക്കും ഒക്കെ വിസിബിൾ ആയി തുടങ്ങുന്നത്. ഈ ഒരു ഗ്രോത്ത് അവിടെ ഉണ്ടായി വരുമ്പോഴേക്കും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് തുടങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഏർലി പ്രഗ്നൻസിയിൽ നടക്കുമ്പോഴേക്കും അതിനർത്ഥം അവിടെ ആ ഒരു കുഞ്ഞിന് ഗ്രോത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ ഒരു ഗ്രോത്ത് അവിടെ ഏർലി സ്റ്റേജിൽ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ റിലാക്സിൻ എന്നൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഈ റിലാക്സിൻ എന്നൊരു ഹോർമോൺ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകുന്നത് നമ്മുടെ മസിൽസിനെയും അതുപോലെ നമ്മുടെ ആ ഒരു ശരീരഭാഗങ്ങളെയും ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു ചുരുങ്ങി നിന്നിരുന്ന നമ്മുടെ ആ ഒരു യൂട്രസ് അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് റിലാക്സിൻ ഹോർമോൺ അവിടെ പ്രൊഡ്യൂസ് ആകുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഈ ഒരു മാറ്റം നമ്മൾ അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത്രയും കംഫർട്ടായിട്ട് നിൽക്കുന്ന നമ്മുടെ യൂട്രസിന് ഈ ഒരു മാറ്റം ആ ഒരു ഏർലി സ്റ്റേജിന് അങ്ങോട്ട് ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ഫസ്റ്റത്തെ ഒരു മാറ്റം നമുക്ക് അങ്ങ് ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇടുപ്പിന്റെ ഭാഗം, നമ്മുടെ ബാക്ക് പെയിൻ, അതുപോലെ തന്നെ ഒരു വ്യത്യാസം ഉണ്ടാകുന്ന ശരീരഭാഗമാണ് നമ്മുടെ വജൈന എന്ന് പറയുന്നത്. ഈ ഏകദേശം നമുക്ക് ഈ ഒരു വേദന അനുഭവപ്പെടുന്നത് നമ്മുടെ അടിവയറിന്റെ ഭാഗത്തായിട്ട്, അടിവയറിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് മുതൽ വജൈനയുടെ ആ ഒരു സ്കിന്ന് ഓപ്പണിങ് അവിടെ ഉണ്ടാവില്ലേ, ഈ ഒരു സ്റ്റേജിൽ ആ ഒരു ഭാഗത്തായിരിക്കും നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. നമുക്കിങ്ങനെ കുത്തുന്നത് പോലുള്ള ഒരു വേദന, ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ വെച്ച് ഇങ്ങനെ കുത്തുമ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു സൂചി കുത്തുന്നത് പോലുള്ള ഒരു വേദന അനുഭവപ്പെടില്ലേ, ഇങ്ങനെ ഒരു വേദനയായിരിക്കും പല സ്ത്രീകൾക്കും ഏർലി പ്രഗ്നൻസിയിൽ അവരുടെ വജൈനയുടെ ഭാഗത്ത് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ യൂട്രസ് എക്സ്പാൻഡ് ആവുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ലോവർ ബാക്കിൽ വേദന ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഇടുപ്പിലും പെൽവിക്കിന്റെ ഭാഗത്തും വേദന ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഓരോ ഭാഗങ്ങളും പരസ്പരം റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വേദന, നമ്മുടെ പെൽവിക്കിന്റെ ഭാഗത്ത് വേദന വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു വേദനയും പ്രഷറും എളുപ്പത്തിൽ തന്നെ നമ്മുടെ ആ ഒരു വജൈനയുടെ ഓപ്പണിങ്ങിലും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ചിലപ്പോൾ ആ ഒരു സ്കിൻ
സ്കിന്ന്, നമ്മുടെ ആ ഒരു ലാബിയ, ആ ഒരു പോർഷൻ തുടങ്ങുന്ന ആ ഒരു ഭാഗത്തായിരിക്കില്ല നമുക്ക് വേദന ഉണ്ടാകുന്നത്. നേരെ മറിച്ച് നമ്മുടെ അടിവയറിന് ജസ്റ്റ് താഴെയുള്ള ആ ഒരു വജൈനയുടെ ഭാഗം നമുക്ക് സ്റ്റാർട്ട് ചെയ്യില്ല. നമ്മുടെ രണ്ട് കാലുകൾക്കും ഇടയിലുള്ള ആദ്യത്തെ ആ ഒരു പോയിന്റിലായിരിക്കും നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. അവിടെ ഇങ്ങനെ സൂചി വെച്ച് കുത്തുന്നത് പോലെയോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു വിരല് വെച്ചിട്ട് നമ്മളിങ്ങനെ അമർത്തി ഒന്ന് കൊടുക്കുമ്പോഴേക്കും നമുക്കൊരു പ്രഷർ അവിടെ ഫീൽ ചെയ്യില്ലേ, ഒരു വ്യത്യാസം നമുക്ക് അവിടെ അനുഭവപ്പെടും, ഒരു പെയിൻ, നമുക്കൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പെയിൻ നമുക്ക് അവിടെ അനുഭവപ്പെടും. ഇത്തരത്തിലുള്ള വേദനയായിരിക്കും ഏർലി പ്രഗ്നൻസിയിലെ ഒരു സ്ത്രീക്ക് അനുഭവപ്പെടുന്നത്. ഇത് എല്ലാ സ്ത്രീകളിലും തന്നെ ആ ഒരു പ്രഗ്നൻസിയുടെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഇംപ്ലാന്റേഷൻ പെയിനിന്റെ കാര്യം പറയുന്നത് പോലെ തന്നെ നമ്മളിപ്പോ ആ ഒരു കാര്യം തന്നെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു വേദന. എന്നാൽ ആ ഒരു കാര്യത്തെ തന്നെ ചിന്തിക്കാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷനിലോ സമയത്തിലോ ആണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു വേദനയെ അങ്ങോട്ട് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. എപ്പോഴും ഈ വേദന ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഈ വേദന ഉണ്ടാകും എന്നും പറയാനായിട്ട് സാധിക്കില്ല. ആ ഒരു എക്സ്പാൻഡിങ്ങിന്റെ ഒരു പ്രോസസ്സ് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വേദന അനുഭവപ്പെടുന്നത്. ചിലവർക്ക് ആ ഒരു പെയിൻ പെട്ടെന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റു ചിലർക്ക് ആ ഒരു പെയിൻ വന്നു പോകുന്നത് അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് കണ്ടുപിടിക്കാനായിട്ടും സാധിക്കില്ല. എന്നാൽ ഈ ഒരു പെയിൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ശരീരത്തിൽ ഒന്ന് കെയർ നമ്മൾ കൊടുക്കണം. കാരണം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഫുഡൊക്കെ ശ്രദ്ധിക്കുന്നതിന്റെ ആ ഒരു കാര്യത്തിലൊക്കെ നമുക്ക് കുറച്ചൊന്ന് കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രഗ്നൻസിയെ മുൻപോട്ടേക്ക് പിടിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വരുമ്പോഴേക്കും നമ്മളൊരു സപ്പോർട്ട് ശരീരത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു എംബ്രിയോ ഇംപ്ലാന്റേഷനെയും അതുപോലെ തന്നെ ഗ്രോത്തിനെയും ഒരുപാട് സഹായിക്കും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇത്തരത്തിലുള്ള വേദനകൾ നിങ്ങൾക്ക് എപ്പോഴാണ് കണ്ടു തുടങ്ങുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മളിൽ എല്ലാ പ്രഗ്നൻസി ലക്ഷണവും ഉണ്ടാവുന്നത് എപ്പോഴാണോ നിങ്ങളിൽ ഇംപ്ലാന്റേഷൻ കഴിയുന്നത് അതിന് ശേഷമായിരിക്കും. ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രഗ്നൻസിയുടെ ആയിട്ടുള്ള ലക്ഷണങ്ങളോ അവിടെ ഉണ്ടാവില്ല. കാരണം ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിലെ ഹോർമോൺസിന്റെ ജസ്റ്റ് ഒരു സ്പൈക്ക് അവിടെ ഉണ്ടാവുന്നത്. HCG ഹോർമോൺ കൂടും, പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടും. ഇതെല്ലാം അങ്ങോട്ട് ഇൻക്രീസ് ആവുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഇംപ്ലാന്റേഷൻ നടന്നു. യൂട്രസിന്റെ ലൈനിങ്ങിൽ നമ്മുടെ കുഞ്ഞ് അവിടെ വന്ന് അറ്റാച്ച് ആയി അത് വേറെ ഉറപ്പിച്ചു കഴിഞ്ഞു. ആ ഒരു ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്കാണ് അതിനൊരു ഗ്രോത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഈ ഒരു ഗ്രോത്ത് തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് പ്രഗ്നൻസിയുടെ നാട്ടിലുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയുള്ളൂ. അത് നമുക്ക് വരണമെങ്കിൽ ഏകദേശം ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 മുതൽ 12 ദിവസത്തിനകത്ത് എക്സാക്ട് ആയിട്ട് പറയണമെങ്കിൽ ഒരു 9ാമത്തെ ഒരു 10ാമത്തെ ദിവസമായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. ആ സമയങ്ങളിലൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ, അതായത് ഈ വജൈനൽ പെയിൻ പോലുള്ള ലക്ഷണങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. ആ ഒരു ഗ്രോത്ത് നമ്മളുടെ യൂട്രസിൽ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവപ്പെടുന്നത്. ഇത് സെക്കൻഡ് ട്രൈമസ്റ്ററും തേർഡ് ട്രൈമസ്റ്ററും ആകുമ്പോൾ നമുക്ക് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. കാരണം പുതുമയിൽ ആ ഒരു വ്യത്യാസം നമ്മളുടെ ശരീരത്തിൽ വരുമ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ശരീരത്തിൽ ആ ഒരു പ്രഷറും വേദനയും നമുക്ക് എളുപ്പത്തിൽ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും തുടർന്ന് അങ്ങോട്ട് പോകും തോറും നമുക്ക് അത്രത്തോളം വേദന ഉണ്ടായിക്കൊള്ളണമെന്നും ഇല്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8ാം തീയതി മുതൽ ഈ മാസം 6ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.